ഇത് ചെയ്തേ പറ്റൂ. ജ്യോതി, നീ ഈ കളി നിർത്തുന്നതാ നല്ലത്. ഞങ്ങളെ പണയം വെച്ച് കളിക്കാൻ നീ ആരാ? നീ ഒറ്റ വൃത്തിയാ ആർത്തി മൂത്തി ഇവിടെ എരികേറ്റിയത്. ശരി, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം കൂടി കളിക്കാം. പക്ഷേ ഇനി ഞാൻ പറയുന്ന കണ്ടീഷൻ സമ്മതിക്കണം. ഇവരുടെ മേലുള്ള പന്തയം ഞാൻ പിൻവലിക്കാം. പക്ഷേ ഇവർക്ക് പകരം DK എന്റെ വീട്ടിൽ ജോലിക്കാരനായിട്ട് വരണം. അയ്യോ, അത് പറ്റില്ല. ആ ഹിറ്റ്ലർ എന്നെ കൊന്നുകളയും. നമുക്ക് ഈ കളി ഇവിടെ വെച്ച് നിർത്താം. ഞാൻ നിർത്തി. ഓക്കേ, നിർത്തിക്കോ. പക്ഷേ ഇവരെ ഇപ്പൊ തന്നെ നീ പണയം വെച്ചു കഴിഞ്ഞു. ജ്യോതി, നീ എന്ത് ഭ്രാന്തായി കാണിച്ചത്? നിന്റെ എടുത്തുചാട്ടം കൊണ്ട് ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോയി അടിമകളെ പോലെ ജോലി ചെയ്യേണ്ട ഗതിയായി. ഇനിയും താമസിച്ച ഇവിടെ വീടും ബിസിനസ്സും എല്ലാം പണയം വെക്കും. എന്തു പറയുന്നു? ഇവർക്ക് പകരം DK പണയം വയ്ക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതം. കൗരവസഭയിൽ സ്വന്തം രാജ്യവും പ്രജകളെയും ഭാര്യയും അനിയന്മാരെ അടക്കം പണയം വെച്ച് ചീട്ട് കളിച്ച ഒരു തിരുമണ്ടൻ രാജാവുണ്ടായിരുന്നു, യുധിഷ്ഠിരൻ. അയാളുടെ ജോലിയാ ജ്യോതി ഇപ്പൊ ചെയ്യുന്നത്. ഹോ, നീയും പുരാണം പറയാൻ പഠിച്ചോ? ഇങ്ങനെ പോയാ അമ്മയും മകനും ഇവിടെയുള്ള മറ്റെല്ലാവർക്കും വനവാസം മാത്രമേ ബാക്കി കാണൂ. എന്താ സംഭവിച്ചത്? അവൾ എന്താ ചെയ്തത്? എന്താ ചെയ്തതെന്ന് ചെന്ന് നോക്ക്. DKയും ഞങ്ങളെയും ഈ വീട്ടിലെ ഓരോരുത്തരെയായിട്ട് അവള് പണയം വെച്ച് ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ഇപ്പൊ ആ മൂർത്തിയുടെ അടിമകളാ. ഇപ്പൊ DKയാ അവസാനത്തെ പണയ വസ്തുവായിട്ട് വെച്ചിരിക്കുന്നത്. എന്റെ കണ്ണ, ഇവളീ കുടുംബം നശിപ്പിക്കും. ഇനിയും വൈകിയ അവൾ ഈ വീടും റെസ്റ്റോറന്റും അടക്കം എല്ലാം പണയം വെക്കും. ആ മൂർത്തി വന്നതും അതിനുവേണ്ടി തന്നെയാണ്, അല്ലേ DK? Stop it!
കയ്യിൽ ഈ ഗം എവിടെന്നാ വന്ന്? എവിടെയോ ഒട്ടിച്ചു വെച്ച എന്തിലോ ഞാൻ പിടിച്ചതുപോലെ ഉണ്ടല്ലോ. DK, ഒരു മിനിറ്റ് ഒന്ന് വരുമോ? പ്ലീസ്, ഒരൊറ്റ മിനിറ്റ്. ഹലോ മാഡം, ഗെയിം തുടങ്ങിയ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാതെ ഇവിടുന്ന് എഴുന്നേക്കാൻ പാടില്ല. ഹിറ്റ്ലർ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗെറ്റ് ലോസ്റ്റ്. ഐ ഹേറ്റ് യു. ഇത്രയും ചെയ്തത് മതിയായില്ലേ നിനക്ക്? നീ ഇവിടെ നിൽക്കുന്നത് പോലും DKക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കേട്ടില്ലേ? പൊയ്ക്കോ, പോകാൻ. എന്റെ ഈശ്വര, അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെ ഈ ഗമ്മ എന്റെ കൈ. കള്ളനെ കൈയോടെ പിടിക്കണം. ഹിറ്റ്ലർ, ഇനി ശല്യപ്പെടുത്തിയാൽ നീ വിവരം അറിയും. നീ ചെയ്തു തന്ന സഹായത്തിന് നന്ദി. ഇനിയും ഞങ്ങളെ പണയം വെക്കാൻ വന്നതാണോ നീ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ശല്യപ്പെടുത്താതെ ഏതെങ്കിലും മൂല പോയിരിക്കും. നീ ഇവിടെ നിന്നാ DK ഡിസ്റ്റർബ്ഡ് ആവും. പറഞ്ഞത് കേട്ടില്ലേടി? അതോ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി തള്ളണോ ഞാൻ? ഈ മൂർത്തി DKയെ ചതിക്കും. ഈ കള്ളത്തരം എങ്ങനെയൊന്ന് പൊളിക്കുക? DKയെ രക്ഷിക്കാൻ എന്താ ഒരു വഴി? ഈശ്വര, എന്റെ പേരോ? എന്താ മോളെ? ആരാ ഇത് തന്നത്? ആരോ ഒരാള്. എന്താ സൂര്യ, എന്തു പറ്റി? എന്താ ഇത്? എന്താ ഇതിന്റെ അർത്ഥം?
എന്ന്. ഏത് വക്കീലിനെയാ നീ നമ്മുടെ ഡിവോഴ്സ് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്? ആരാ തന്നത്? ഇവളുടെ കയ്യിൽ ഇത് കൊടുത്തത് ഞാനാ. പക്ഷേ എന്റെ കയ്യിൽ ഇത് കൊണ്ടുവന്ന് തന്നത് വേറൊരാളാ. കോടതിയിലാന്നാ പറഞ്ഞത്. എന്താ സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിനാശ്, ഞാൻ അറിയാതെ നീ എന്തൊക്കെയാ ചെയ്യുന്നത്? നിനക്കെന്നെ ഒഴിവാക്കണോ? അതിനാണോ ഞാൻ അറിയാതെ ഡിവോഴ്സ് നോട്ടീസ് തയ്യാറാക്കിയത്? സൂര്യ, സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. മിണ്ടരുത് നീ. നിനക്കറിയാം, നീ അറിയാതെ എങ്ങനെയാ ഇങ്ങനെയൊരു ഡിവോഴ്സ് നോട്ടീസ് ഉണ്ടാവുന്നത്? അല്ല, നീ അറിയാഞ്ഞിട്ടാണോ ഇത് നിന്നെ ഏൽപ്പിക്കാൻ ഇവിടെ തന്നെ ഏൽപ്പിച്ചത്? എനിക്കറിയില്ല സൂര്യ. അടുത്ത സെറ്റ്. ഇത് അടുത്ത സെറ്റ്. ഹിറ്റ്ലർ, ഇവിടെ നടന്നത് കള്ളക്കളിയാ. ഇവര് ഭാര്യയും ഭർത്താവും കൂടി ഇത്രയും നേരം നമ്മളെ ചതിക്കുമായിരുന്നു. ഇതുപോലെ ടേബിളിനടിയിൽ ഒട്ടിച്ചു വെച്ച കാർഡുകൾ മാറ്റിയാ ഇവരിതുവരെ ജയിച്ചത്. മായ എന്നെ തള്ളി താഴെയിട്ടില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായതാ. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വന്നവരിൽ ആരോ ഒരാൾ ഇവൻ അയച്ച ആളായിരുന്നു. വെറുതെ എന്നെ കള്ളനാക്കാൻ നോക്കിയാലുണ്ടല്ലോ. നിങ്ങൾ തന്നെയായിരിക്കും ഈ കാർഡ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചത്. നിർഭാഗ്യത്തിന് ഞാനും എന്റെ ഭാര്യയും ഇവിടെ വന്നിരുന്നു. വെറുതെ എന്നെ കള്ളനാക്കാൻ നോക്കരുതേ. ഓ ശരി, ഒരു മിനിറ്റ്. DK സത്യസന്ധതയോടെ കളിച്ചപ്പോ ഇവൻ ചതി കാണിച്ചു. പക്ഷേ ഒരു കാര്യവും മനസ്സിലാക്കിയില്ല. എത്ര കള്ളക്കളി കളിച്ചാലും ഒടുവിൽ സത്യം മാത്രമേ ജയിക്കൂ എന്നുള്ള കാര്യം. കള്ളമൂർത്തിയും കള്ളമൂർത്തിയുടെ ഭാര്യയും ഇപ്പൊ പറയും, യഥാർത്ഥത്തിൽ ആരാ ജയിച്ചത്? ഈ ഇരിക്കുന്ന DK അല്ലേ? ശരി, ഞാൻ സമ്മതിക്കുന്നു. എനിക്കെന്നല്ല, ലോകത്തിൽ ആർക്കും ഇത് ചെയ്യാൻ സാധ്യമല്ല. തലച്ചോറ് ഒട്ടുമില്ലാത്ത നിന്റെ തലയിലേക്ക് ഒരിത്തിരി പോലും തലച്ചോറ് കുത്തി നിറയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, പിടിക്കും. എന്തേ കാണിക്കുന്നേ? ഇട്ട്
എന്തായി കാണിക്കുന്നേ? എന്താണ്? ദാ, എടീ, നിനക്ക് പറ്റുമെങ്കിൽ ഈ ട്യൂബിൽ നിന്ന് പേസ്റ്റ് എടുത്ത് കാണിക്ക്. കാണിക്ക്. അതെ, ഇത്തരം തറവേല ഇനി ഇറക്കരുത്. കഴിയുമെങ്കിൽ ചെയ്ത് കാണിക്ക്. വരുന്നില്ലല്ലേ? ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ബുദ്ധിയില്ലാത്ത കഴുത. ഓ, ഇതിനകത്ത് നിന്ന് എങ്ങനെയാ പേസ്റ്റ് എടുക്കാൻ പറ്റോ? ഓണിച്ചു കൊടുക്കാൻ എന്നോടാ കളി. ആ, എടീ, ബേക്കറി ആ, നീ എന്തേ കാണിക്കുന്നേ? സ്റ്റോപ്പ് ഇറ്റ്, നിർത്താൻ. എടീ, നീ എന്താണീ കാണിക്കുന്നേ? കാണുന്നില്ലേ? എടീ, നിർത്താൻ. എന്തിനാ നിർത്തുന്നേ? എടീ, നിർത്താൻ. നിർത്താനല്ലേ പറഞ്ഞ? ആരാണു നീ? രാവെഴുതും താരകയോ? ആരാണു നീ? വാർമഴവില്ലോ ഉരുകിടുമെന്നുള്ളം പ്രണയനിലാവേഗം ഒരു മഴയായി പെയ്യാം നിന്നിൽ ഞാൻ. നിനക്കെന്താ തലയ്ക്ക് സ്ഥിരതയില്ലേ? ഈ വീടിനകത്താണോ വണ്ടി ഉരുട്ടി കളിക്കുന്നത്? നീ എന്താ കൊച്ചു കുട്ടിയാണോ? മര്യാദ എന്താണെന്ന് അറിയില്ല നിനക്ക്? ഓ, മര്യാദ അതൊക്കെ എനിക്കറിയാം. ദേ ചേട്ടൻ നോക്കിയേ. കണ്ടോ? ഈ ട്യൂബിനകത്തുനിന്ന് പേസ്റ്റ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ നോക്ക്, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഈ അറബന വണ്ടി കയറ്റി ഇറക്കിയിട്ടാണെങ്കിലും ഇതിനകത്തുനിന്ന് പേസ്റ്റ് എടുത്ത് ഞാൻ കാണിച്ചില്ലേ? ഇനിയെങ്കിലും എന്നെ വെല്ലുവിളിക്കാൻ വന്നേക്കരുത് ട്ടാ. ഇതേ ജ്യോതിയാ, മനസ്സിലായോ? ആ, മനസ്സിലായി. ഓ, എന്റെ അമ്മോ, പല തരത്തിൽ വട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു മുഴുവട്ടിനെ ഞാൻ എന്റെ ജന്മ. ഇതെന്തോ പലഹാരം ഉണ്ടാക്കുന്ന മണം തന്നെയാണ്. അപ്പൊ ഇത് അമ്മ തന്നെയായിരിക്കും. എന്റെ അമ്മോ, എന്തൊരു മണം! ഇപ്പൊ തന്നെ കൊതിമൂത്ത് നാവിന്ന് വെള്ളം വരുക. അപ്പൊ അത് കഴിക്കാൻ എന്ത് രുചിയായിരിക്കും. എന്തൊരു സ്വീറ്റ് സ്മെൽ! ഇത് മുഴുവൻ ഞാൻ ഇന്ന് തിന്നും. എന്റെ അമ്മ, മൂക്ക് തുളച്ചങ്ങ് കേറുക. ഇങ്ങനെയൊക്കെ പലഹാരം ഉണ്ടാക്കിയ പിന്നെ ഞാൻ എന്ത് ചെയ്യാനോ? അമ്മേ, അമ്മേ,
ഇഷ്ടം അമ്മയുടെ ആരാ പറഞ്ഞത്? എനിക്ക് ആ നോ 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 നോ, ഇത് നിനക്കല്ല ബേട്ടി, ഫോർ മൈ ലിറ്റിൽ കണ്ണൻ. ദീപാവലി സ്വീറ്റ്. മനസ്സിലായോ? അതിനിപ്പോ എന്താ? ഇതിന്നൊരു 4-5 ഞാൻ കഴിച്ചാ ഒരു കുഴപ്പം ഉണ്ടാവില്ല. സംശയം ഉണ്ടെങ്കിൽ അമ്മ ഒരു 4-5 ഇങ്ങോട്ടെടുത്ത് വെച്ചേ, ഞാൻ ഇപ്പൊ തിന്നു തീർത്ത് കാണിച്ചു തരാം. ബേട്ടി, വിക്കി ഫസ്റ്റ് ടൈം നീ എന്നോടൊരു കാര്യം ചോദിച്ചതാ, പക്ഷേ നോ വേ, ഒരു വഴിയുമില്ല, ഇത് തരാൻ പറ്റത്തില്ല. അതെന്താ? ഇത് തരാൻ ആ ഹിറ്റ്ലറിന്റെ പെർമിഷൻ വേണോ? വാട്ട്? അമ്മയുടെ മോന്റെ അനുവാദം വേണോന്ന്. നോ 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 പെർമിഷൻ. ഇതാദ്യം പൂജയ്ക്ക് വെക്കണം, അത് കഴിഞ്ഞേ കഴിക്കാൻ പറ്റൂ. അയ്യോ, അതുവരെ എനിക്ക് കൊതി നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഓ, ഏതവനാണോ ഈ പൂജയൊക്കെ കണ്ടുപിടിച്ചത്? അവന്റെ നമ്പർ എങ്ങാനും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവനെ വിളിച്ച് 4 ചീത്ത പറഞ്ഞേനെ. ചീത്തയോ? അല്ല, ഈ ചീത്തയെന്ന് പറഞ്ഞാ നമ്മള് സ്ഥിരം കേൾക്കുന്ന ലോക്കൽ ചീത്ത അല്ലമ്മേ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി ആയിട്ടുവാ, അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. ബേട്ടി, നോ തറ ഐറ്റംസ്. ടുഡേ യുവർ ഡേ. ഇന്നത്തെ പൂജ ചെയ്യേണ്ടത് നീയല്ലേ? അപ്പൊ നീ അതിന്റെ വ്രതനിഷ്ഠയും ചിട്ടവട്ടങ്ങളും ഒക്കെ പാലിക്കണം. എന്താ ജ്യോതി നിന്റെ സംശയം? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇന്നത്തെ പൂജ നീ തന്നെയാ ചെയ്യേണ്ടത്. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം നീ തന്നെ സൂക്ഷിച്ചു വെക്കണം. ദേ, ചിത്ര കണ്ടാ പിന്നെ ഒറ്റ എണ്ണം ബാക്കി വെക്കില്ല. ഇതെന്താ ഇങ്ങനെ? ഇതൊക്കെ ഇത്ര സ്നേഹം? അമ്മേ, പൂജയുടെ കാര്യങ്ങളൊക്കെ ജ്യോതിക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഇപ്പൊ വരാം. ശരി. ഹലോ. അയ്യോ, ഇതെന്തൊരു മറിവായ? ഇവക്കിത് എന്താ പറ്റിയേ? എന്നെ കണ്ട ചാടി കടിക്കാൻ വരുന്ന ആളെങ്ങനെയാ ഇന്ന് ഈ ലഡ്ഡു പോലെ ഇത്ര സ്വീറ്റ് ആയിട്ട് സംസാരിച്ച്? ദാറ്റ് ഈസ് ദീപാവലി. മനസ്സിലുള്ള ദേഷ്യമെല്ലാം എല്ലാവരും മാറ്റിവെക്കും, എന്നിട്ട് സന്തോഷത്തോടെ ഒരുമിച്ച് ദീപാവലി ആഘോഷിക്കും. അതുകൊണ്ട് ഐ ലൈക്ക് പൂജ. അത് കൊള്ളാം, അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ ഫെസ്റ്റിവൽ അപ്പോ എനിക്ക് സ്പെഷ്യൽ തന്നെയാ. ലഡുവും കൊണ്ട് നീങ്ങു വാ ജ്യോതി. നീ ഈ ദീപാവലി ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ പൂജ ചെയ്യുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. നീ പരിസരത്ത് പോലും ഉണ്ടാവില്ല. ബേട്ടാ, അറ്റൻഡ് ചെയ്തൊന്ന് സംസാരിക്കേ. ഹലോ മോനെ, സുധാകരൻ നായരാ. മനസ്സിലായി, പറഞ്ഞോളൂ. കുറെ നേരമായി ജ്യോതിമോളെ ഫോൺ വിളിക്കുന്നു, കിട്ടുന്നില്ല. ജ്യോതിമോൾക്കൊന്ന് ഫോൺ കൊടുക്കാവോ? അല്ല, അത് പിന്നെ കൊടുക്കാം. എന്താ വിശേഷിച്ച് വല്ലതുണ്ടോ? ദീപാവലി അല്ലേ, എല്ലാ തവണയും എന്റെ ഒപ്പം അവൾ ദീപാവലി ആഘോഷിക്കുന്നത്. ഇത്തവണ അവൾ ഇല്ലാത്തതുകൊണ്ടൊരു സങ്കടം. അപ്പ ബേക്കറിക്കാരി അവിടെ ചെന്നില്ല. അവളോടൊന്ന് സംസാരിച്ചാൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുമായിരുന്നു. കുറെ വിളിച്ചു, അവൾ എടുക്കുന്നില്ല. അത് ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ജ്യോതി, ജ്യോതി,
അതെ, ജ്യോതി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന്റെ തിരക്കില. അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? ശരി മോനെ, അച്ഛൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. ശരി. അവളിവിടെ ഉണ്ടെന്ന് നീ കള്ളം പറഞ്ഞ എന്തിനാ? അമ്മ, അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാ അയാൾ വിളിച്ചത്. മൈ ലിറ്റിൽ കണ്ണ, എന്റെ ജ്യോതിമോക്ക് എന്താ പറ്റിയേ? അവളുടെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ പിന്നെ അവൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? എന്താ ഇരുട്ടോ? മഴക്കാലത്തും പവർ കിട്ടോ? ഈ സീലിംഗ് ഇത്ര താഴെ? അയ്യോ അല്ലല്ലോ, ഇത് എന്റെ മുറി അല്ലല്ലോ. ഇതെന്താ ഇത്? എന്നെ ആരാ ഇതിനകത്തിട്ടത്? ആരും എന്നെ തട്ടിക്കൊണ്ടുപോണേ? ആരും ഇല്ലടേ ഇവിടെ. ഞാനിത് എവിടെയാടാ? ആരത്? എടാ സംസാരിക്കടാ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ചത്തുപോട്ടോ. നീയൊക്കെ ജയിലിൽ പോവും. എന്നെ തുറന്നു വിടാൻ. ആരാണ് ഡ്രമ്മിനകത്ത് അടച്ചു വെച്ചിരിക്കുന്നത്? എന്നെ തുറക്കാൻ.